അപ്പോൾ സംസ്ഥയുടെ സമ്മേളനം സപ്തഭാഷക്കൊക്കെ അപ്പുറത്താണ്. സംസ്ഥയുടെ സമ്മേളനങ്ങളിലേക്ക് പങ്കെടുക്കുന്ന ജനപ്രതിനിധികൾ, അതിൻ്റെ പ്രതിനിധികളായി എത്തുന്നവർ സപ്തഭാഷകൾക്കൊപ്പം അതിലേക്ക് അപ്പുറത്തുള്ള ഭാഷകൾ സംസാരിക്കുന്നവർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭാഗമാണ്. ഈ 100-ാം വാർഷികം ഇവിടെ തന്നെ നടത്താൻ തിരഞ്ഞെടുത്തത് അത് യാദൃച്ഛികമായിരിക്കാം. എല്ലാ ഭാഷകളിലേക്കും നമ്മുടെ ആശയത്തെ, സംസ്ഥയുടെ സന്ദേശത്തെ എത്തിച്ചു കൊടുക്കുവാൻ മഹത്തായ കുനിയയിലെ ഈ സമ്മേളനത്തിലൂടെ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. കുനിയയിൽ ഈ സമ്മേളനം നടക്കുമ്പോൾ നമുക്ക് ദുഃഖകരമായിട്ടുള്ള ചില ഓർമ്മകളുണ്ട്. നമ്മുടെ മഹാനായ UM ഉസ്താദ് അവർകൾ, അദ്ദേഹം ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചിട്ടുള്ള വ്യക്തിത്വമായിരുന്നു. നമ്മുടെ സമ്മേളനം പ്രഖ്യാപിച്ചതിന് ശേഷം തിരിച്ച് കാസർഗോഡാകുമ്പോൾ ഷാവറമ്പർ കൂടിയായിട്ടുള്ള അദ്ദേഹം കാസർഗോഡിൻ്റെ ഈ സമ്മേളനത്തിൻ്റെ കാര്യങ്ങളിൽ വളരെയേറെ ആഴത്തിറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിത്വമായിരുന്നു. അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പമില്ല. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദർജകളെ ഉയർത്തി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ CM ഉസ്താദും അങ്ങനെയാണല്ലോ. കാസർഗോഡൊക്കെ വരുമ്പോൾ എപ്പോഴും സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ഒരു ജിഹ്വയായിട്ട് തന്നെയായിരുന്നു മഹാനായ CM ഉസ്താദിനെയും നമുക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നു. അവരൊക്കെ പോലെയുള്ള ഉന്നത വ്യക്തിത്വങ്ങളുടെയൊക്കെ അഭാവം നമുക്ക് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിച്ചു എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഈ സമ്മേളനം ഇസ്ലാമിൻ്റെ പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശപരമായിട്ടുള്ള ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള പാഠങ്ങൾ നമുക്കിവിടെ ഉരുവിട്ട് തന്നു നമ്മുടെ പണ്ഡിത ശ്രേഷ്ഠന്മാർ. അത് ഉറക്കെ പറയുകയും ചെയ്തു. പക്ഷേ ഒരു കാര്യം നമ്മൾ അറിയണം, 5 ദിവസങ്ങളിലായി 100 മണിക്കൂറുകളിൽ ഏറെയാണ് നിങ്ങളിവിടെ ചെലവഴിച്ചിട്ടുള്ളത്. 100 മണിക്കൂറുകളോളം ഇവിടുത്തെ പന്തലിലും മറ്റുമൊക്കെ ആയിട്ട് നിങ്ങളെല്ലാവരും ഇവിടെ ചെലവഴിച്ചു. വിവിധ സെഷനുകളിൽ നിങ്ങൾ പങ്കെടുത്തു. എല്ലാവരും വളരെ ഊർജ്ജസ്വലതയോടെ തന്നെയാണ് സമ്മേളനത്തിൽ ഉടനീളം സംബന്ധിച്ചത് എന്ന് ഈ സമ്മേളനത്തിൻ്റെ കാഴ്ചകളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോഴൊക്കെ നമുക്ക് ഏറെ അഭിമാനത്തോടെ പറയുവാൻ കഴിയും, ഈ വലിയ 100 മണിക്കൂറുകളോടെ നമ്മളിവിടെ കൂടിയിരുന്ന് വിവിധ സെഷനുകളൊക്കെ സംബന്ധിച്ചപ്പോഴും ഒരിക്കലും തന്നെ സഹോദര സമുദായങ്ങളെക്കുറിച്ച് നല്ലതല്ലാതെ മറ്റൊന്നും ഈ സമ്മേളനത്തിൽ ഒരാളും ഉരിയാടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എല്ലാ സമുദായങ്ങളെക്കുറിച്ചും നല്ലതാണ് പറഞ്ഞത്. ആരെയും നമ്മൾ മോശമായി പറയുകയുണ്ടായില്ല. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു വരി പോലും പോയിട്ട് ഒരക്ഷരം പോലും ഇതര സമുദായങ്ങളെക്കുറിച്ച് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി നമുക്കൊക്കെ സന്തോഷം പകരുന്ന കാര്യമാണ്. സംസ്ഥയുടെ 100 വർഷങ്ങൾ എന്താണ്, പിന്നിട്ട 100 വർഷങ്ങൾ എന്തായിരുന്നു എന്നുള്ളതിൻ്റെ ശരിയായ ഒരു നഖചിത്രമാണ് തീർച്ചയായിട്ടും കുനിയയിലെ ഈ സമ്മേളനം എന്ന് ചരിത്രം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മറ്റൊന്നും ആവശ്യമില്ല. എന്തായിരുന്നു സംസ്ഥയുടെ 100 വർഷത്തെ പ്രവർത്തനങ്ങൾ എന്നുള്ളതിന് കുനിയയിൽ നടന്ന സംഭവങ്ങളെ തന്നെ നമുക്ക് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ആരെയും മതത്തിൽ നിന്ന് പുറത്താക്കാൻ നിന്നിട്ടില്ല. ആരെങ്കിലും മതത്തിൽ നിന്ന് പുറത്താക്കാനോ ആരെങ്കിലും മതത്തിലേക്ക് അകത്താക്കാനോ ഈ സമ്മേളനത്തിൽ നമ്മൾ ശ്രമിച്ചിട്ടില്ല. അതുപോലെ തന്നെ ആരെങ്കിലും സ്വർഗത്തിലാക്കാൻ നമ്മൾ പോയിട്ടില്ല. ആരെങ്കിലും നരകത്തിലാക്കുവാനും നമ്മൾ കുനിയയിൽ കൂടിയിരുന്നു കൊണ്ട് നമ്മളതിനൊന്നും തയ്യാറായിട്ടില്ല. മറിച്ച് നരകവും സ്വർഗമൊക്കെ അള്ളാഹു കൊടുക്കുന്നതാണ്. അത് അള്ളാഹു വിട്ടുകൊടുക്കുകയാണ്. മറിച്ച് ജീവിതത്തെ സമ്പൂർണ്ണവൽക്കരിക്കുന്ന, നേരത്തെ ഇവിടെ ഉസ്താദുമാരൊക്കെ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അതാണ് നമുക്ക് നൽകിയത്. അതാണ് നമ്മളിവിടുന്ന് 5 ദിവസങ്ങളിലും മനസ്സിലാക്കി കഴിഞ്ഞത്. അതുതന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ കഴിഞ്ഞ കാലങ്ങളിലൂടെ നമുക്ക് കേരളത്തിന് തന്നെ ബോധ്യപ്പെടുത്തി തന്നതും അതുതന്നെയാണ്. സമാനതകളില്ലാത്ത ഒരു ചരിത്ര പിറവി അതിനാണ് ഇപ്പോൾ നമ്മളിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. ആത്മീയ ലോകത്ത് ഏറ്റവും ദൃഢമായ സംഘടനാ സംവിധാനം, അത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ദീനീ പ്രവാഹം നൽകാൻ കാരണമായിട്ടുണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളിൽ.